പോലീസ്. ഈ FM റേഡിയോയിൽ എങ്ങനെ വയർലെസ് മെസ്സേജ് വരുന്നത്? പോയി പറഞ്ഞുവിടാ. എന്ത്? ഇനി അടുക്കള വാതിൽ വഴി പോകാം. അങ്ങനെ വിട്ടാൽ ശരിയായില്ലല്ലോ. ഇതുവഴി പോവാ. അവളെവിടേക്ക് പോയത്? എന്തോടി വിളിച്ച് വിളിച്ച് തൊണ്ടയിലെ വെള്ളം പറ്റി. ഇനി തൊണ്ട കുഴിച്ചേ പറ്റൂ. നീ ഇത്രയും നേരം എവിടെ പോയി കിടക്കായിരുന്നടി? ഇറങ്ങി വാ, വീട്ടിൽ പോവാ. ശരിയാവില്ല. എന്തടി ഇവിടെ എന്തോന്ന് കൈക്രിയ കാണിക്കുന്നേ? രാത്രി ടാറ്റ കാണിച്ച് കളിക്കുന്നു. പുറകില് ഈ കിളവനും അവൾക്കുമായിട്ട് എന്താ പരിപാടി? വീട്ടിലേക്ക് ഓ കള്ളക്കളവാ, ഞാൻ കാണിച്ചു തരാം. വേണ്ട, വരരുത്. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഞാൻ? ഇതിൽ കൂടുതൽ ഇനി എന്തോന്നും മനസ്സിലാക്കാനടി? വീട്ടു ജോലി ചെയ്തതിന്റെ ശമ്പള കുടിശ്ശിക വാങ്ങാനെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നിനക്ക് എന്താ രാജ, തലയ്ക്ക് സുഖല്ലേ? അത് തന്നെ കളവാ എനിക്കും ചോദിക്കാനുള്ളത്. ഒന്നുമല്ലെങ്കിൽ തന്റെ പ്രായത്തെ കുറിച്ചെങ്കിലും തനിക്കൊരു ബോധം വേണ്ടോ? ഇതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. ഇതിനപ്പുറം ഇനി എന്തോന്ന് നടക്കാൻ? ഞങ്ങള് രണ്ടുപേരും ഒരു കുരുക്കി പെട്ടെടുക്കുക. ഈശ്വര, ഇത് ഏത് ജന്മം? കുരുക്കിലും പെട്ടോ? എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. എടി, അവന് കാര്യം മനസ്സിലാവുന്നുണ്ട്. രാജേന്ദ്ര, അങ്ങനെയാണെങ്കിൽ നീ പുറത്തുള്ളവരോടൊക്കെ പറഞ്ഞ് 4 ആളെ കൂട്ടാൻ നോക്ക്. ഈശ്വര, ഇതിന് ഞാൻ തന്നെ പബ്ലിസിറ്റി കൊടുക്കണോടോ? എന്റെ ഭൂമിയിലെ ഒരു ഭർത്താവിനും ഇങ്ങനെ ഒരു കാഴ്ച ലൈവായിട്ട് കാണാനുള്ള ഇട വരുത്തരുതേ. 2 എണ്ണത്തിനെ ഇന്ന് ഞാൻ കൊല്ലും. എന്തിനാ കൊല്ലണേന്ന്? തുറക്കടോ കഥക്. എടി, ദേ വരുന്നുണ്ട്, അവൻ വരുന്നുണ്ട്. കാണിച്ചു തരാം. സുന്ദരിയായ എന്റെ ഭാര്യയെ വേലക്കാരിയായിട്ട് കാണാതെ സ്വന്തം സഹോദരിയായിട്ട് കാണാന്ന് താൻ എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തല്ലോ. എന്റെ രാജേന്ദ്ര, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. താനൊന്നും പറയണ്ട. സൂചി കയറ്റുന്നിടത്ത് തൂമ്പ കയറ്റുന്ന മോനാ. തനിക്ക് കൊതി തീർന്നിട്ടില്ലല്ലേ? വീണ്ടും വീണ്ടും ഷൂ എന്നടിച്ച് വളക്കിയാണല്ലേ? ഞാൻ കാണിച്ചു തരാടോ. എടീ, കോംപ്ലക്സിൽ ഉണ്ടായിരുന്നോമാര്? ശങ്കർ സാറിന്റെ മോനെ. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഈ
കിഴങ്ങനോട് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞതാ കേറല്ലേടാ. അത് ഇപ്പൊ നിനക്ക് ബോധ്യായില്ലടേ രാജേന്ദ്ര. അത് ശരി. അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെയൊക്കെ പരിപാടി. മാറി നിൽക്കടി. ഡ്യൂട്ടി ഈസ് ഫസ്റ്റ്. ആദ്യം ഞാൻ ഈ വിവരം ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞ് നിന്നെയൊക്കെ അഴി എണ്ണീക്കൂടാ. സത്യമായിട്ട് നിലവിളിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഫോൺ എടുത്തത്. ഇന്ന് വിളിക്കണ്ട, നാളെ ഞാൻ നിലവിളിച്ചോളാം. പോട്ടെ. പോകാൻ വരട്ടെ. എങ്ങോട്ട്? ഇന്ന് അത്താഴമൊക്കെ കഴിച്ച് നമുക്ക് ഇവിടെ കൂടാം. പോകാൻ സമയമാകുമ്പോ ചേട്ടന്മാര് പറയും. ഓക്കെ? അതെ, ഒന്നും മാറിയെന്നേ. ഇവര് പറയുമ്പോ പോയാ പോരെ? അല്ല, അത് വേണ്ട. അവിടെ ഡ്യൂട്ടിക്കാരില്ല, എനിക്ക് പോയേ പറ്റൂ. അവളിവിടെ നിന്നോട്ടെ. അപ്പൊ അവളി അന്നെ നിനക്ക് ഡൗട്ടില്ലേ? എനിക്കെന്തോന്നും ഡൗട്ട് ഇല്ലല്ലേ? ഒന്നുമില്ല. ശരി, ഞാൻ പോട്ടെ. ഇന്ന് രാത്രി മുതല് നിന്റെ ഡ്യൂട്ടി ഇവിടെയാണ്, മനസ്സിലാടാ? എന്തെങ്കിലും ഒരു ഐഡിയ പറ രാജേന്ദ്ര. അവരെല്ലാരും നല്ല ഉറക്കത്തില. നീ കൊറേ നേരായല്ലോ നടക്കാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും ഐഡിയ കിട്ടിയ? എന്തോന്ന് ഐഡിയ? ഞാൻ അത്താഴം കഴിഞ്ഞാൽ മിനിമം 1/2 കിലോമീറ്റർ നടക്കുന്ന പതിവാണ്. പക്ഷെ ഈ റൂമിൽ അതിനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട്. അല്ല രാജേന്ദ്ര, നീ നിന്റെ പോലീസ് ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള തന്ത്രം വല്ലതും ആലോചിക്കാന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. പാതിരാത്രി 12:30 മണിക്കാണ് തന്ത്രം. ഒരു 8-8:30 മണിക്ക് മുമ്പായിരുന്നെങ്കിൽ ആവശ്യം പോലെ തന്ത്രം ഞാൻ തന്നേനെ. ഇപ്പൊ തന്ത്രം മനയുന്ന ഞരമ്പുകളെല്ലാം ഉറങ്ങിക്കാണും. സാധാരണ മനുഷ്യന്മാര് ഞരമ്പുകളൊക്കെ ഒരു 11 മണിയാകുമ്പോഴേ ഉണരും. ഇത് 12 മണി കഴിഞ്ഞാൽ ഉണരൂലല്ലേ? ചേട്ടാ, ഞാനൊരു ഐഡിയ പറയട്ടെ. നിർത്തടി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഭാര്യ പാതിരാത്രി ഐഡിയ പറയുന്നു. മിണ്ടി പോകരുത്. എന്താ ഐഡിയ? ഹലോ, അതെ. അതെന്റെ ഭാര്യയാണ്. ഐഡിയ പറയാൻ നിൽക്കുന്നു. ആരും അറിയണ്ട. എന്റെ ഐഡിയ ആയിട്ട് തൽക്കാലം നീ അതങ്ങ് വിളമ്പ്. എങ്ങനെയുണ്ടടി? ഞാൻ ഇപ്പൊ പറഞ്ഞ ഐഡിയ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്ക. അതായത് ചേട്ടൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാ, ചേട്ടനെ ഇവിടെ കൊണ്ടാക്കിയത് പോലീസുകാരാണല്ലോ. അതെ. നാളെ ചേട്ടൻ ഡ്യൂട്ടിക്ക് ചെല്ലാതാകുമ്പോ അവരെല്ലാം കൂടെ ഇങ്ങോട്ട് അന്വേഷിച്ചു വരും. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാലോ. ആ പറഞ്ഞത് ബുദ്ധി തന്നെയാ. പക്ഷെ ഞാൻ പോലീസ് അല്ലല്ലോ. ആയിരുന്നു. അപ്പൊ നീ പോലീസ് അല്ല അല്ലേ? അല്ല, ഞാൻ വെറും ഹോം ഗാർഡ്. നട്ടുച്ച വെയിലത്ത് റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ വിധിക്കപ്പെട്ട വെറും ഹോം ഗാർഡ്. ഡെയിലി 175 രൂപ സാലറി. ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ ആരും എന്നെ തിരക്കേയില്ല. പോടാ. നേരം വെളുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ച് നമുക്ക് രക്ഷപ്പെടാൻ നോക്കാം. ദേവസിച്ചായ, എനിക്കൊരു ഐഡിയ. എന്താ? എന്താ? കക്കൂസ് എവിടെയാ? എന്തിനാ? നമുക്ക് എല്ലാവർക്കും കൂടെ കക്കൂസിലോട്ട് പോകാം. പോടാ. അതിനല്ലാന്ന്. പിന്നെ? രക്ഷപ്പെടാനുള്ള മാർഗം അവിടെ